യെസ്, ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ എയ്തർ എ ഫോട്ടോഗ്രാഫർ ഓർ വില്ലിംഗ് ടു ബിക്കം എ ഫോട്ടോഗ്രാഫർ ഓർ ഞാൻ ഇത്രയും കാലം ചെയ്തത് മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ വന്നതാ അല്ലേ? അതിനല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? യെസ്, there are certain things that you should avoid to make your photos look goldy good. അതെ, ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നല്ല, എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാതിരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. നമ്പർ 1, ഓവർ എഡിറ്റിംഗ്. ഒരു ഫോട്ടോന് എത്രത്തോളം എഡിറ്റ് വേണോ അത്രത്തോളം എഡിറ്റിംഗ് ചെയ്താൽ മതി. കൂടുതലായിട്ട് കുറെ സമയം എടുത്തിട്ട് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തെന്ന് വെച്ചാൽ നന്നാവണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഗിവ് ഇറ്റ് വാട്ട് ഇറ്റ് നീഡ്സ്. നമ്പർ 2, നോട്ട് സീക്കിംഗ് ആംഗിൾ. എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ഒരേ ആംഗിൾ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ കംഫർട്ട് സോണിനനുസരിച്ച് ക്യാമറ പിടിക്കുകയല്ല വേണ്ടത്. നമ്മുടെ മുന്നിലുള്ള ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമിന് ഏത് ആംഗിളാണോ നന്നായി തോന്നുണ്ടാവുക ആ ആംഗിളിലേക്ക് വേണം ക്യാമറ പ്ലേസ് ചെയ്യാനായിട്ട്. ക്യാമറയുടെ ആംഗിളിൽ ചെറുതായിട്ടൊരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ ആ ഫോട്ടോൻ്റെ ലുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്പർ 3, നോട്ട് എക്സ്പ്ലോറിങ് പോസിബിലിറ്റീസ്. എല്ലാപ്പോഴും ഒരേ തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. നിങ്ങളൊരു മാക്രോ ഫോട്ടോഗ്രാഫറാണ്, കുഞ്ഞു സാധനങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന ആളാന്ന് വെച്ചാൽ ഒരിക്കൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയോ അല്ല വെച്ചാൽ ട്രാവൽ ഫോട്ടോഗ്രാഫിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറെ ഐഡിയാസ് നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്പർ 4, അപ്ഗ്രേഡ് ഗെയിംസ് വെൻ ഇറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു ട്രൈപോഡ് കൂടി കിട്ടുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ബൈ ഇറ്റ്. നമ്മുടെ കഴിവ് വളരുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻസും വളർത്തിക്കൊണ്ടേയിരിക്കണം. ഇല്ലാതെ നമ്മളവിടെ മുരടിച്ചു പോകും. നമ്പർ 5, ക്രിഞ്ച് പോസിങ്. പലർക്കും ഇത്രയും അറിയില്ല ഏതാണ് ക്രിഞ്ച് പോസിങ്, ഏതാണ് നല്ല രീതിക്കുള്ള പോസിങ് എന്നുള്ളത്. കഷ്ടപ്പെട്ട് പോസ് ചെയ്യാനൊന്നും വേണ്ട, നിങ്ങൾ ആ മൊമെന്റിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ബാക്കി ഫോട്ടോഗ്രാഫർ നോക്കിക്കോളൂ. നമ്പർ 6, ഫോളോ കോമ്പോസിഷൻ. ഒരു ഫോട്ടോ, ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിനകത്ത്, അതിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറാന്ന് വെച്ചോ, അതെല്ലാം നല്ലൊരു ഫോട്ടോ എന്ന് പറയുന്നത്. വില കൂടിയ വലിയ ക്യാമറ ഉണ്ടായിട്ട് കാര്യമില്ല, അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയണം. ഫോട്ടോഗ്രാഫി എന്താണെന്ന് ബേസിക് ആയിട്ടെങ്കിലും അറിയണം. കയ്യിലുള്ളതൊരു മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും അതിൽ കറക്റ്റായിട്ട് ഫോട്ടോഗ്രാഫിയും കോമ്പോസിഷനൊക്കെ ഫോളോ ചെയ്തിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാൻ എ ഫോൾ വിത്ത് എ ക്യാമറ അല്ലേ? നമ്പർ 7, ഇൻഫീരിയോറിറ്റി തോട്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ, അതാണെങ്കിൽ ഒരു ചാത്ത് മൊബൈൽ ഫോൺ, എങ്ങനെ എടുത്തിട്ട് നല്ല ഫോട്ടോസ് കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. DSLR ഉള്ളവനും ഐഫോൺ ഉള്ളവൻ്റെ മുമ്പിൽ ചെന്ന് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റാത്തൊരു കാര്യമാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് കളഞ്ഞാൽ അങ്ങനത്തെ ചിന്ത വെറുതെയാണ്. അത് നിങ്ങളുടെ ഗ്രോത്തിനെ ഫുള്ള് ബാധിക്കും, നിങ്ങളെ വളർത്താനേ സമ്മതിക്കില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ പിരിച്ച് താഴെ ഇടാൻ നോക്കുകയാണ്. ഓക്കെ, ബിക്കോസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ബാക്ക് ഇൻ ഒരു 3 years മുമ്പ്, 3 or 4 years മുമ്പായിരുന്നു. ആൻഡ് ആ സമയത്ത് എനിക്ക് ഒരേ ഒരു ക്യാമറയുള്ള ഒരു മൊബൈൽ ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒബിയസ്ലി ദാറ്റ് വാസ് ആൻ iPhone 6s ആയിരുന്നു. ഒറ്റ ക്യാമറ. ഈ 6s നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും മേടിക്കാൻ പറ്റും. ബട്ട് അതല്ല സംഭവം, അതല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഡിവൈസ്, ഇറ്റ്സ് ഹൗ യു യൂസ് ഇറ്റ്. ഈ സാധനത്തിലല്ല കാര്യം, ഇവിടെയാണ് കാര്യം. യെസ്, അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ഫോട്ടോഗ്രാഫിയിൽ വരുന്ന മിസ്റ്റേക്ക്, ആൾക്കാരൊക്കെ എന്തൊക്കെ മിസ്റ്റേക്കാണ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. യെസ്, അപ്പം ഞാൻ പറയാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഡൗൺ. ഇപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അയ്യോ എത്ര കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കാണെന്ന്. ഓക്കെ, അപ്പം ഈ മിസ്റ്റേക്കൊക്കെ റെക്ടിഫൈ ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ലൈഫ് അടിപൊളിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്. ലോട്ട്സ് ഓഫ് ലവ്.